ഹബീബരുടെ ഒരു സ്വപ്നം ഉണ്ടായിരുന്നു. യമനിന്റെ തലസ്ഥാനമാവുന്ന സൻആ മുതൽ എൻ്റെ മദീന വരെ ഒരു പെണ്ണിന് നട്ടപ്പാതിരിക്ക് ഹിംസ്ര ജന്തുക്കളെ മാത്രം ഭയന്ന് നടന്നു വരാൻ പറ്റുന്ന ഒരു ലോകം. ഹിംസ്ര ജന്തുക്കളെ പേടിക്കണം, പാമ്പ് പിടിക്കുമോ നോക്കണം, പുലി പിടിക്കുമോ നോക്കണം, ചെന്നായ കടിക്കുമോ എന്നുള്ളത് നോക്കണം. ഒറ്റങ്ങൾക്ക് പക്വതയും വിവേകമൊന്നുമില്ല. പക്ഷെ ഒരു മനുഷ്യ പിശാച്ചും മനുഷ്യ ചെന്നായും തൊടാത്ത 100% വിശ്വസ്തയോടുകൂടെ സുരക്ഷിതമായി യമനിന്റെ തലസ്ഥാനമാവുന്ന സൻആ മുതൽ എൻ്റെ മദീന വരെ നട്ടപ്പാതിരക്ക് ഒരു സ്ത്രീക്ക് നടന്നു വരാൻ പറ്റുന്ന സാഹചര്യം, അതാണ് റസൂലുള്ളാഹി സ്വപ്നം കണ്ട ഇവിടെ സാധ്യമാകുമെന്ന് അവിടുന്ന് പ്രതീക്ഷിച്ച ആ ഒരു സമാധാനത്തിന്റെ നാട്. ഇതാണ് ഇസ്ലാം. അപ്പൊ ശിക്ഷകൾ അർഹമായ രീതിയിൽ ലഭ്യമാകുമ്പോഴാണ് മനുഷ്യന് സംസ്കൃതി ഉണ്ടാകുക. അതുകൊണ്ടല്ലേ ഏതെങ്കിലും രീതിയിലുള്ള ശിക്ഷ എല്ലാ രാഷ്ട്രങ്ങളും നടപ്പിലാക്കുന്നത്. അപ്പൊ അവർ തീരുമാനിക്കുന്നതാണ് ശരിയെന്ന് അവർ വെക്കുകയാണ്. അതുകൊണ്ടാണ് പലപ്പോഴും ഈ കൊലശിക്ഷയൊക്കെ ഇല്ലാതെയാക്കണം എന്നും പറഞ്ഞിട്ട് മുറവിളികൾ ഉണ്ടാവുന്നത്. അത് മാനവവിരുദ്ധാണ്. അത്രയും ഏതോ ഒരു മാനവനെ വെട്ടിക്കൊന്ന സമയത്ത് ഇവനത് തോന്നിയിട്ടില്ലേ? ഏതോ ഒരു മാനവനെ ക്രൂരമായ രീതിയിൽ വധിച്ചപ്പോ തനിക്ക് വേണ്ടി സർവം സഹിക്കുന്ന ഭാര്യയെ പാമ്പിനെ കൊത്തിച്ചു കൊന്ന സമയത്ത് പോലും എത്ര ക്രൂരവും നിഷ്ഠൂരാണത്! എത്രമേൽ പ്ലാൻ ചെയ്ത കൊലപാതകമാണത്! പാമ്പിനെ പിടിക്കാൻ പാമ്പാട്ടിയുടെ അടുത്ത് പോയി വർഷങ്ങളോളം പരിശീലനം നേടുക. എന്തിന്? അങ്ങനെ കൊല്ലിക്കാൻ വേണ്ടി. അങ്ങനത്തെ ആളും ഏതാനും വർഷമൊക്കെ ജയിലിൽ നിന്ന് നല്ല സൂപ്പർ ഫുഡൊക്കെ അടിച്ച് പുറത്തിറങ്ങി വരും എന്ന് പറഞ്ഞാൽ ഇതുപോലെയുള്ള പല കേസുകളും പിന്നെയും റിപ്പോർട്ട് ചെയ്യപ്പെടും. നേരെക്കുറിച്ച് പൊതുമധ്യത്തിൽ വന്ന് കൊന്നവനെ കൊല്ലുന്ന ഒരു രീതിയിലേക്ക് എത്തിച്ചേർന്നാൽ കൊലപാതകത്തിന്റെ ഗ്രാഫ് കുത്തനെ താഴ്ന്നു വരും. അപ്പൊ കാരുണ്യത്തിന്റെ മാത്രത്തിൽ എന്തിനാ ഭീകരമായ ശിക്ഷകളെന്ന് ചോദിച്ചാൽ അതുപോലും മനുഷ്യപ്പറ്റുള്ളത് കൊണ്ടാണെന്നാണ് നമുക്ക് പറയാൻ പറ്റുക.